ഓക്കെ ഗൈസ്, ഇവിടെ ഞാനേ ഒരു പുതിയ കാറൊക്കെ മേടിച്ചുട്ടാ. ഇത് പിന്നെ ഏതാ കാറെന്ന് കുറേ പേർക്ക് മനസ്സിലായിണ്ടാവും. ഇതാണ് ഫോർഡ് മസ്റ്റാങ്ക്. മസ്റ്റാങ്ക് നൈസ് കാറാണ് കേട്ടാ, ഒരു രക്ഷയും ഇല്ല. ഈ കാറിന് പിന്നെ ഭയങ്കര സ്പീഡാണ്. ഒരു മിനിറ്റ്, അവിടെ എന്തുണ്ടല്ലോ ഗൈസ്, നിങ്ങൾ വലുതും ശ്രദ്ധിച്ചാ? അവിടെ എന്തുണ്ട് കേട്ടാ, എന്തോ ഡോറാന്ന് തോന്നുന്നുണ്ട്. അതെ അതെ, ഇതൊരു ഡോറാണ്. ഈ ഡോറോടെ മുന്നേ ഉണ്ടായിരുന്നില്ല ഏട്ടാ. ഇതിപ്പോ എവിടെ നിന്നാണോ വന്നേ? ഈ ഡോറ് പിന്നെ ലോക്കാ, ചവിട്ടി പൊളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇതിപ്പോ എങ്ങനെയാ അൺലോക്ക് ചെയ്യാ? നിക്ക്, നമുക്കേ RPG വിട്ടോക്കണ്ട. RPG വിട്ടാൽ ചിലപ്പോൾ ഓപ്പൺ ആവും. ഇല്ലില്ല, RPG വിട്ടിട്ട് ഈ ഡോറ് ഓപ്പൺ ആവണില്ല. ഈ ഡോറിന് നല്ല ബലമുണ്ടേ. ഇനിയിപ്പോൾ എങ്ങനെയാ ഓപ്പൺ ആക്കുക? എൻ്റെ കയ്യിൽ പിന്നെ കുറച്ച് സ്റ്റിക്കി ബോംബ് ഇരിക്കുന്നുണ്ട്. നമുക്ക് ഈ സ്റ്റിക്കി ബോംബ് എറിഞ്ഞു നോക്കാം. സ്റ്റിക്കി ബോംബിന് പിന്നെ RPG അത്ര പവർ ഇല്ല. എന്നാലും നോക്കി നോക്കാം. നമുക്ക് ആ ബോംബ് ആക്ടിവേറ്റ് ചെയ്യാം. എന്തായി, ഓപ്പൺ ആയാ? ഈ ഡോറ് അപ്പോഴും ഓപ്പൺ ആയില്ല ഏട്ടാ. ഒരു മിനിറ്റ്, എൻ്റെ ഫോണിലെ എന്തോ മെസ്സേജൊക്കെ വന്നു. ടു ഓപ്പൺ ദ ഡോറ് കംപ്ലീറ്റ് ദ ഫോളോയിങ് ടാസ്ക്. അത് ശരി, ഈ ടാസ്കൊക്കെ കംപ്ലീറ്റ് ചെയ്താലേ ആ ഡോറ് ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ. എന്നാൽ ശരി, നമുക്ക് നോക്കി നോക്കാം. ആദ്യത്തെ ടാസ്ക് ഇതാ, ഡെസ്ട്രോയ് എ ഗോൾഡൻ ബൈക്ക്. ഒരു ഗോൾഡൻ ബൈക്ക് നശിപ്പിക്കണം. രണ്ടാമത്തെ ടാസ്ക് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. രണ്ടാമത്തെ ടാസ്ക് കുഴപ്പമില്ല ഏട്ടാ, അത് സിമ്പിൾ ടാസ്കാ. പക്ഷെ ആദ്യത്തെ ടാസ്ക് ഇച്ചിരി സീനാ. സംഭവം വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ നമുക്ക് ഒരു ഗോൾഡൻ ബൈക്ക് നശിപ്പിക്കണം, അതാണ് ടാസ്ക്. ഗോൾഡൻ ബൈക്ക് നശിപ്പിക്കണ്ടേ? ഈ ഗോൾഡൻ ബൈക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അത് നശിപ്പിക്കണ പറയണേ. ഗോൾഡൻ ബൈക്ക് നശിപ്പിക്കണ? ഞാനിപ്പോൾ അത് ആലോചിക്കണേ. എനിക്ക് നശിപ്പിക്കാനായിട്ട് വലിയ താല്പര്യമില്ലേ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ ടാസ്ക് ചെയ്താലേ നമുക്ക് ആ ഡോറ് ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ. എന്നിട്ടായാലും നമുക്ക് ഗോൾഡൻ ബൈക്ക് എവിടെയെന്ന് നോക്കി നോക്കാം. ഇവിടെ എവിടെയെങ്കിലും ഒരു ഗോൾഡൻ ബൈക്ക് ഉണ്ടാവും, ഉണ്ടാവാണ്ടിരിക്കില്ല. ഇതേതാ ബൈക്ക്? ഇത് KTM RC എന്ന് തോന്നുന്നു കേട്ടാ. അത് KTM RC. ആ ബൈക്ക് കിട്ടിയിട്ട് കാര്യമില്ല, നമുക്ക് ഗോൾഡൻ ബൈക്കാ വേണ്ട. ഇതേതാ ബൈക്ക്? ഇതും RC തന്നെയാ. ഇതൊന്നുണ്ടായേ? അയാൾ എവിടെ നോക്കിയിട്ടാ വണ്ടി ഓടിക്കണേ? നൈസായിട്ട് തലയിടിച്ച് വീണു. അയാൾ പിന്നെ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അതെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ ഷോറൂമിൽ പോവാം. അവിടെ മിക്കാരും ഗോൾഡൻ ബൈക്ക് ഉണ്ടാവേ. ഓക്കെ, നമ്മളെങ്ങനെ ഷോറൂമിലേക്ക് വന്നേക്കാ. ഇവിടെ ബൈക്ക് ഉണ്ടാ? ബെസ്റ്റ്. ഇവിടെ ബൈക്ക് പോയിട്ട് ഒരു സൈക്കിൾ പോലില്ല. ഷോറൂം ഫുള്ള് കാലിയാ. അതെ, നമുക്ക് മേലെ കയറി നോക്കി നോക്കണ്ട. ചിലപ്പോൾ മേലത്തെ ഫ്ലോറിൽ വണ്ടി ഉണ്ടാവേ. ഇവിടെ മേലത്തെ ഫ്ലോറിലും വണ്ടിയില്ല. ഷോറൂം മൊത്തത്തിൽ കാലിയാ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഗോൾഡൻ ബൈക്ക് എവിടെ നിന്ന് കണ്ടുപിടിക്കുക? നമ്മുടെ സിറ്റിയിൽ പിന്നെ ഇഷ്ടം പോലെ ബില്യണേഴ്സ് ഉണ്ട്. ആരുടെങ്കിലും വീട്ടിൽ ഒരു ഗോൾഡൻ ബൈക്ക് ഉണ്ടാവേ. നമുക്ക് ഏതെങ്കിലും ഒരു ബൈക്ക് നശിപ്പിച്ച് കളയാം. ആരുടെങ്കിലുമൊക്കെ വീട്ടിലുണ്ടാവും, ഉണ്ടാവാണ്ടിരിക്കില്ല. ഓക്കെ, ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട് കേട്ടാ. ഇത് ഏതൊരു ബില്യണറുടെ വീടാ. പുറത്ത് ഒരു സൂപ്പർ കാറൊക്കെ ഉണ്ട്. അതെ, ഇവിടെ ഒരു ബൈക്ക് ഉണ്ട് കേട്ടാ. ഇതൊരു ഗോൾഡൻ ഹയബൂസയാ. എന്തെങ്കിലും ആവട്ടെ, നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. RPG എടുത്തിട്ടേ ഈ ബൈക്കും കത്തിച്ചളയാം. ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ ആ ബൈക്കുമേ RPG വിട്ടേക്കാ. ആ ബൈക്ക് എങ്ങനെ പൊട്ടിത്തെറിച്ചു. ഇനിയിപ്പോൾ ഇവിടെ അധികം നേരം നിൽക്കണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിടാം. ഇല്ലെങ്കിൽ പോലീസുകാർ ഇങ്ങോട്ടേക്ക് വരേ. എന്തെങ്കിലും ആവട്ടെ, നമ്മളങ്ങനെ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. നമുക്കിനി രണ്ടാമത്തെ ടാസ്കും കംപ്ലീറ്റ് ചെയ്യാം. അത് പക്ഷേ സിമ്പിൾ ടാസ്കാ. ഈ വീഡിയോ ഇതായിരിക്കും ലൈക്ക് എത്ര ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കൽ സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. ഇവിടെ ഇങ്ങനെ രണ്ടാമത്തെ ടാസ്കും കംപ്ലീറ്റ് ആയി. ആ ഡോറിപ്പോൾ അൺലോക്ക് ആയിണ്ടാവും, അൺലോക്ക് ആവേണ്ടതാ. ഓക്കെ, നമ്മളങ്ങനെ വീട്ടിലേക്ക് വന്നേക്കാ. എന്തായി, ഈ ഡോർ അൺലോക്ക് ആയാ?
ആ ഈ ഡോറ് അൺലോക്ക് ആയിട്ടാ. ഇനിയിപ്പോൾ നമുക്ക് ഈ റൂമിൻ്റെ അകത്ത് കയറാം. 3, 2, 1 ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മളങ്ങനെ ആ സീക്രട്ട് ബേസിൽ കയറിയേക്കാണ് കേട്ടാ. ഇത് പിന്നെ ഒരു ചെറിയ റൂമാ. മുമ്പിൽ പിന്നെ 2 ഡ്രോവേഴ്സ് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് എന്തിട്ടാണോ ഉള്ളത്, നമുക്ക് തുറന്ന് നോക്കി നോക്കാം. ഗൈസ്, ഈ ഡ്രോവേഴ്സിൽ നിറച്ച് ക്യാഷ് ആയിരുന്നു കേട്ടാ. അതിൽ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ടായിരുന്നു. ഞാൻ ആ ക്യാഷ് മൊത്തം എടുത്തു. ഏകദേശം 1 കോടിയെങ്കിലും ഉണ്ടാവും, അതുറപ്പാ. നമുക്കിവിടെ ഫ്രീ ആയിട്ട് 1 കോടി കിട്ടി. ഇനി കാശ് കൊണ്ട് എന്താ ചെയ്യുക? വേറെ ഒരു കാർ മേടിക്കണ? നമുക്ക് വേറെ ഒരു കാർ മേടിക്കാം, അതായിരിക്കും നല്ലത്. തൽക്കാലം ഈ കാശേ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും എടുത്ത് വയ്ക്കാം, എന്നിട്ട് പിന്നെ ചിലവാക്കാം.